കോഴിക്കോട് 1 രൂപയ്ക്ക് ഷൂ എന്ന് പരസ്യം നൽകിയ കടയുടമകൾക്കെതിരെ കേസെടുത്ത് പോലീസ്. 6 പേർക്കെതിരെയാണ് കേസെടുത്തത്. ഗതാഗത തടസ്സമുണ്ടാക്കി പൊതുജനത്തിന് തടസ്സമുണ്ടാക്കും വിധം പ്രവർത്തിച്ചു തുടങ്ങിയ കാരണങ്ങൾ കാണിച്ചാണ് കേസെടുത്തത്. സലാം മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി. സലാം, എന്താണ് ഈ 1 രൂപയുടെ കേസ്? അത് 1 രൂപയ്ക്ക് 1 രൂപയുമായി എത്തുകയാണെങ്കിൽ 3000 വിലയുള്ള അല്ലെങ്കിൽ 3000 രൂപയിലധികം വിലയുള്ള ഷൂ നൽകാമെന്ന് കാണിച്ചുകൊണ്ടാണ് കോഴിക്കോട് SM സ്ട്രീറ്റിന് സമീപം വൈക്കം മുഹമ്മദ് ബഷീറിൽ റോഡിൽ ഒരു ഷോപ്പ് രാവിലെ മുതൽ തന്നെ ആ ഒരു പരസ്യം കണ്ട് നിരവധി ആളുകൾ ഈ ഷോപ്പിലേക്ക് എത്തുകയായിരുന്നു. ഒരാഴ്ചയായി ഈ കട ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. എന്നാൽ ഇന്നാണ് ഈ 1 രൂപ നൽകിയാൽ ഷൂ നൽകാമെന്ന് കാണിച്ചുകൊണ്ട് പരസ്യം നൽകുകയും അങ്ങനെ നിരവധി ആളുകൾ എത്തുകയും ചെയ്തു. അവിടെ ഒരു ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്ന് കാണിച്ച് പോലീസ് ലാത്തി വീശിയാണ് ആളുകളെ ഓടിച്ചത്. ആ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കടയുടമകളടക്കം 6 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഗതാഗത തടസ്സമുണ്ടാക്കി, അതോടൊപ്പം തന്നെ പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കി, അങ്ങനെയുള്ള കാരണങ്ങൾ കാണിച്ചുകൊണ്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ കടയുടമകൾ നേരത്തെയും സമാന രീതിയിലുള്ള സംഭവങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പോലീസ് പറയുന്നുണ്ട്. പെരിന്തൽമണ്ണയിലെ ഒരു ഷോപ്പ് ഇവർക്കുണ്ട്. അവിടെയും ഈ രീതിയിലുള്ള ഒരു പരസ്യം നൽകിയാണ് ആളുകളെ കടയിലേക്ക് ആകർഷിപ്പിച്ചത്. ആ നിലയ്ക്ക് പരസ്യം നൽകുന്ന ആളുകളാണ്. എന്തായാലും അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമായി ഉപയോഗിച്ച കാര്യമാണ്. എന്നാൽ വലിയ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്ന തരത്തിൽ കോഴിക്കോട് നഗരത്തിൽ വലിയ ആളുകൾ, അതായത് വലിയ നിരവധി കുട്ടികളടക്കം, ചെറിയ കുട്ടികളടക്കം നിരവധി ആളുകൾ തടിച്ചുകൂടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ആ സംഭവത്തിലാണ് ഇപ്പോൾ ടൗൺ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 6 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഈ കടയുടമകളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അവരെ തടഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പോലീസ് കേസെടുക്കുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഏതായാലും വലിയൊരു സംഭവം തന്നെയാണ് ഉണ്ടായത്. നിരവധിയായ കുട്ടികൾ അവിടെ എത്തി വലിയ തടസ്സം നേരിട്ടു. പോലീസിന്റെ അടി വാങ്ങി. ഷൂ വാങ്ങാൻ വേണ്ടി എത്തിയ കുട്ടികൾക്ക് പോലീസിന്റെ അടി കിട്ടി മടങ്ങേണ്ട ഒരു സ്ഥിതി ഉണ്ടായി. എന്തായാലും ആ സംഭവത്തിൽ കടയുടമകൾക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം നാട്ടുകാർ നേരത്തെ ഉയർത്തിയതാണ്. ആ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നിഷാദ്, ശരി.